ഞാൻ KS ശബരിനാഥൻ. തിരുവനന്തപുരം എൻ്റെ നാടാണ്. വെറുമൊരു നാടല്ല, കഴിഞ്ഞ ഒരുപാട് നാടുകളായി കുറേയേറെ ആളുകൾക്ക് താങ്ങും തണലുമായിട്ടുള്ള എൻ്റെ സ്വർഗനഗരം, എൻ്റെ സ്വപ്നനഗരം. ഇന്നത്തെ കാലത്ത് എല്ലാ രാജ്യങ്ങളും പല സ്ഥലങ്ങളും വാതിലുകൾ അടയ്ക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി വാതിലുകൾ തുറന്നു വെക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, എല്ലാവരുടെയും ഒരു ഹൃദയവികാരമാണ്. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ ഒരു തിരുവനന്തപുരം വാർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. കാരണം സാറ് എന്ത് വികാര വിക്ഷോഭങ്ങളൊക്കെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായാലും വളരെ കുറച്ച് സമയം ഒന്നും മിണ്ടാതിരുന്നിട്ട് വളരെ കാമായിട്ട് അതിനെ സ്വീകരിക്കും. വളരെ വളരെ കാമായിട്ട് സ്വീകരിക്കും. ശബരിക്കും അങ്ങനെയുണ്ട്. എന്തായാലും അതിനെ വളരെ കാമായിട്ട് ബഹളമൊന്നുമില്ലാതെ സ്വീകരിക്കും. അതിനെ ഒരു ആലോചിച്ച് ഒരു പോസിറ്റീവായിട്ട് അതിനെ അവന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. പോസിറ്റീവായിട്ട് അതിനെ കാണാൻ അവന് പറ്റുന്നുണ്ട്. അത് കാർത്തിക് സാറിൽ നിന്ന് അക്വയർ ചെയ്ത സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മോൻ ജയിച്ചപ്പം TV ഇല്ലായിരുന്നു പഠിക്കാൻ വേണ്ടി. കൊറോണ സമയത്ത് ഒരു TV സംവിധാനം തന്നു. നല്ല നാട്ടുകാരായിട്ട് നല്ല സേവം. ഒരു നേരം ഇതൊക്കെ വാങ്ങി ഇവിടെ നിർത്തി. കൊച്ചു പിള്ളേരെ കണ്ട നല്ല കാര്യമാണ്. അമ്മമാരെ കണ്ടാലും ഇറങ്ങി എല്ലാം നല്ല സന്തോഷത്തോടെയാണ് പോണത്. ഞാൻ വന്നായിരുന്നു അവിടെ മീറ്റിംഗ് തിരിച്ചു വന്നപ്പോൾ. പോട്ടാ പ്രിൻസിനോട് പറയണേ. പോട്ടെ. അല്ല, G. കാർത്തികൻ കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവായിരുന്നു. നിരവധി തവണ അദ്ദേഹം മന്ത്രിയായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു. മരണപ്പെടുമ്പോൾ അദ്ദേഹം സ്പീക്കറായിരുന്നു. പാർട്ടിയുടെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് 1979 ശ്രീ K. കരുണാകരനോടൊപ്പം കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് അന്ന് യൂത്ത് കോൺഗ്രസിനെ കേരളത്തിൽ ശക്തിപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ കാലത്താണ്. തിരുവനന്തപുരം ഞാൻ പലയിടത്തും പറയാറുണ്ട്, എനിക്ക് വല്ലാത്തൊരു പ്രണയമാണ് നമ്മുടെ നഗരത്തിനോട്. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെയാണ്. എൻ്റെ സ്കൂളിംഗ് നടന്ന ഇവിടെയാണ്. ഞാൻ എഞ്ചിനീയറിങ്ങിന് എനിക്ക് NIT കിട്ടിയപ്പോഴും ഞാൻ സെലക്ട് ചെയ്തത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജാണ്. അതിനുശേഷം ഞാൻ ഉപരിപഠനത്തിന് കേരളം വിട്ടുപോയി. ഞാൻ MBA എടുത്തു. അതിനുശേഷം ടാറ്റ ട്രസ്റ്റിൻ്റെ ഭാഗമായി, ടാറ്റ സൺസിൻ്റെ ഭാഗമായി ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശങ്ങളും, ലോകത്തുള്ള പല പ്രദേശങ്ങളിലും ജോലി ചെയ്യാനും പല കാര്യങ്ങളും കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇരിക്കുമ്പോഴും, പ്രത്യേകിച്ച് ഞാൻ ടാറ്റയിൽ മുംബൈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയുള്ള മലയാളികൾക്കെല്ലാം, എൻ്റെ കൂടെ പഠിച്ച തിരുവനന്തപുരംകാരെല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ തിരുവനന്തപുരമാണ്. നമ്മളൊന്ന് ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിലോ വൈകിട്ട് എല്ലാവരും വീട്ടിൽ കൂടിയിരിക്കുമ്പോഴോ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങളാണ്. ഇവിടുത്തെ ഹോട്ടലുകൾ, ഇവിടുത്തെ ഭക്ഷണം, നമ്മുടെ സിനിമാ റെഫറൻസുകൾ. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഏറ്റവും വലിയൊരു വികാരമാണ് നമ്മുടെ തിരുവനന്തപുരംകാർക്ക് ട്രിവാൻഡ്രം എന്നുള്ളത്. തിരുവനന്തപുരത്ത് വരുമ്പോൾ എല്ലാവർക്കും പരാതിയാണ്. പക്ഷേ അത് പരാതി പറയുന്ന ആളുകൾ ആരും തിരുവനന്തപുരം വിട്ടുപോകത്തില്ല. അത്രത്തോളം എനിക്ക് ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ നഗരം, ഈ സ്ഥലം. അതുകൊണ്ടാണ് എന്നോട് തിരികെ നാട്ടിലേക്ക് വന്ന് അരുവിക്കരയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓടിയെത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം ഈ നഗരത്തോടുള്ള അടങ്ങാത്ത ഒരു പാഷൻ തന്നെയാണ്. എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ നാടിന് വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസമാണ്. ഞാൻ ഈ ഒരു ഉദ്യമത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതും നമ്മുടെ നാടിന് വേണ്ടി എന്നിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. ആ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി ആ മണ്ണി ചവിട്ടുമ്പോൾ കാർത്തിക് സാറിനോട് പറയാം, ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് പോയിട്ട് വന്നാലും എനിക്കിത് ഇവിടെ ചവിട്ടുമ്പം കിട്ടുന്ന ഒരു സന്തോഷം ലോകത്ത് എവിടെ പോയാലും എനിക്ക് കിട്ടത്തില്ല.
അല്ലാതെ എനിക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന കാലത്ത് സാറ് വർക്കല ജനിച്ച് വളർന്നയാളാണ്. പക്ഷേ ഏട്ടൻ പറയാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങളും എല്ലാം ഏറ്റുമുട്ടലുകളും കീഴടങ്ങലുകളും ഉയർന്നു വരവുകളും എല്ലാം ഈ നഗരത്തോട് ബന്ധപ്പെട്ടു. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ എവിടെ പോയാലും തിരുവനന്തപുരത്ത് പറയാം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ആ മണ്ണി കാല് കുത്തുമ്പോൾ എനിക്ക് വല്ലാത്തൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗ്യം നിർഭാഗ്യം ഉയർച്ച താഴ്ച ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒട്ടും ബോധേടല്ലാത്ത ഒരാളായിരുന്നു. പാർട്ടി എന്ത് പറയുന്നു അത് സ്വീകരിക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് കാർത്തിക് സാറിന് എപ്പോഴും ഉള്ളത്. അത് കാർത്തിക് സാറിൻ്റെ ഇതിന് കാരണം എന്നോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, വർക്കലയിലെ വെറും ഒരു ഇടത്തരം വീട്ടിൽ ജനിച്ചു വളർന്ന എന്നെ ഈ കേരളം അറിയുന്ന കാർത്തികേയനാക്കി വളർത്തിയത് എൻ്റെ പാർട്ടിയെ. എൻ്റെ പാർട്ടി കഴിഞ്ഞ് എനിക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തും ഉള്ളൂ എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് കാർത്തിക് സാർ. അതുണ്ടല്ലോ ഇത് ശബരിക്കുമുണ്ട്. പാർട്ടിയാണ് അവന് മുഖ്യം. പാർട്ടിയുടെ താല്പര്യങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു കാര്യവും അവനില്ല. KSU പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ താഴെ തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ആ ഒരു പാരമ്പര്യം തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ശബരിനാഥ്. എനിക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പല ആളുകൾക്കും അച്ഛനെക്കുറിച്ച് അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഇന്ന് കാണുന്ന 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ തുടങ്ങിയത് എൻ്റെ പിതാവ് ശ്രീ ജി കാർത്തികേയനാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അതിൻ്റെ പിതാവ് ശ്രീ ജി കാർത്തികേയൻ തുടങ്ങിയ ഒരു NGO ആണ്. അതുപോലെ തന്നെയാണ് വിതുരയിലുള്ള ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഐസർ എന്ന് വെച്ചാൽ IIT-കൾ പോലെ തന്നെ ഏറ്റവും ടഫസ്റ്റായിട്ടുള്ള എക്സാമാണ് എഴുതി വരുന്ന ആളുകളാണ് ഐസറിൽ. പല നഗരത്തിലുള്ള ആൾക്കാർക്കും ഐസറിൻ്റെ ഫെസിലിറ്റിയെക്കുറിച്ച് അറിയില്ല. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ പങ്കിൽ നിശബ്ദമായിട്ടുള്ള അച്ഛൻ്റെ ഒരു സേവനം കൂടി ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ലയോള സ്കൂളിലാണ് അവൻ പഠിച്ചത്. ലയോള സ്കൂളിൽ ഈ ഫാൻസി ഡ്രസ്സൊക്കെ വരുമ്പോൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് അവന് അച്ഛനായിട്ട് വേഷമിട്ട് കാർത്തിക് സാറായിട്ട് ഖദർ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് കാർത്തിക് സാറായിട്ട് അവിടെ ഈ ഫാൻസി ഡ്രസ്സിലൊക്കെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അത് കണ്ട് ഞങ്ങളൊത്തിരി ചിരിച്ചിട്ടുണ്ട്. എനിക്കറിയാം കാർത്തിക് സാറ് നോർത്തിൽ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് വീട്ടിലെവിടെ നോക്കിയാൽ ഇലക്ഷനും അതിൻ്റെ പ്രചരണ സാമഗ്രികളൊക്കെ അല്ലല്ലേ, അത് ഒരു സൈക്കിളിൻ്റെ പുറത്ത് ഒരു കോൺഗ്രസിൻ്റെ കൊടി വെച്ച് കെട്ടി ഈ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്ന മുറ്റത്ത് കിടന്ന് സൈക്കിൾ ഉരുട്ടത് ഒരു 4 വയസ്സൊക്കെ ഉള്ളൂ. സൈക്കിൾ ഉരുട്ടി ആ മുറ്റത്തും കൂടെ നടക്കുന്ന ഒരു പടം വന്ന് മനോരമയിലൊക്കെ വലിയ ഇതായിട്ട് വന്നിരുന്നു. അപ്പോൾ അവനത് ആ ഒരു താല്പര്യമുണ്ടല്ലോ, അതൊരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടല്ലോ. ആ ഒരു അടുപ്പം അവൻ്റെ സ്വഭാവത്തിൽ എപ്പോഴും ഉണ്ട്, എന്നും ഉണ്ട്. എൻ്റെ മോൻ ഫോട്ടോ കൊണ്ട് വലിയ ബോർഡ് വെച്ചിരിക്കുന്നു. ഇവിടെ മുറിക്കകത്ത് വലിയ ബോർഡ് വെച്ചിരിക്കുന്ന എങ്ങേര് നല്ല മനുഷ്യൻ തന്നെ. എങ്ങേര് തന്നെയാണ് ഇങ്ങേര് വന്നത്. പിന്നെ ശബരിയിലെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഇവിടേക്ക്. അരുവിക്കര കോവിൽക്കടവ് പാലം, അരുവിക്കര ബലിമണ്ഡപം, ബലിക്കടവ്, അരുവിക്കര പോലീസ് സ്റ്റേഷൻ, ഓപ്പൺ എയർ സ്റ്റേഡിയം, ആശുപത്രി തുടങ്ങി എല്ലാം ശബരിയുടെയും കാർത്തികൻ്റെയും കാലത്തുണ്ടായ വികസന പദ്ധതികളാണ്. ജി കാർത്തികേയന്റെ മകൻ KS ശബരിനാഥൻ അരുവിക്കരയിൽ UDF സ്ഥാനാർത്ഥി. M വിജയകുമാറും O രാജഗോപാലും ഉയർത്തിയ വെല്ലുവിളി മറികടന്ന ശബരിനാഥൻ MLA ആയി. വിതുരയ്ക്കടുത്ത കല്ലംകുടി ആദിവാസി കോളനിയിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു മുഴുവൻ ദിവസം നീണ്ട പ്രചാരണം തുടങ്ങിയത്. കാർത്തികേയന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ നാമധേയത്തിലൊരു നഗർ ആദ്യമായി
ഈ നാടിന് ആ പേര് നൽകിയത് കല്ലംകുടിക്കാരാണ്, നിങ്ങളാണ് എന്ന് പറയാൻ എനിക്ക് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് അരുവിക്കര മണ്ഡലം. തങ്ങളുടെ പ്രിയ GKയുടെ പിന്തുടർച്ച മകൻ ശബരിനാഥനിലൂടെ തുടരുമെന്നതാണ് അരുവിക്കരക്കാരുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നത്. അരുവിക്കര അങ്ങനെ LDF തിരിച്ചു പിടിക്കുന്നു. ശബരിനാഥൻ ഒരു ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിലും വിജയിച്ച അരുവിക്കരയിൽ G. സ്റ്റീഫൻ എന്ന പ്രാദേശികമായി നല്ല സ്വീകാര്യതയുള്ള നേതാവിനെ ഇറക്കി LDF തിരിച്ചു പിടിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ ലീഡ് നില സൂചിപ്പിക്കുന്നത്. പിന്നെ അന്ന് അരുവിക്കര മണ്ഡലമായി. അങ്ങനെയല്ല 2015 നല്ല ഭൂരിപക്ഷത്തോടെ, അച്ഛൻ മരിച്ചതിന് ശേഷം നല്ല ഭൂരിപക്ഷത്തോടെ അവൻ വിജയിച്ചു. അടുത്ത ഇലക്ഷൻ വന്നപ്പോഴും അവൻ വിജയിച്ചു. അതിനുശേഷം വന്ന ഇലക്ഷനിൽ അവന് പരാജയം സംഭവിച്ചു. അതും ഒരു 10,000 വോട്ടിൻ്റെ ഇതിലാണ് പരാജയം. ഇല്ല, വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിലേക്കാണ് അത് പോകുന്നത്. ഇത് പ്രധാനമായി എൻ്റെ അച്ഛനവിടെ കഴിഞ്ഞ് 24 വർഷമായി ചെയ്ത കാര്യങ്ങൾ അരുവിക്കരെ ജനങ്ങൾ അത് സമ്മതിച്ചു. അവിടെയുള്ള അച്ഛൻ്റെ ആത്മബന്ധം അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു UDF MLA തന്നെ വേണം എന്നുള്ള ആൾക്കാരുടെ ഒരാഗ്രഹമാണ് ഈ വോട്ടായി കാണുന്നത്. തിരുവനന്തപുരത്ത് ആകമൊത്തം കോൺഗ്രസ്സിന് വളരെ മോശപ്പെട്ടൊരവസ്ഥയായിരുന്നു. ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു വളരെ റഫായിട്ടുള്ള പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു. പക്ഷേ ആ പരാജയം കുറേയേറെ കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പരാജയം കാര്യങ്ങളെ പുതിയൊരു വീക്ഷണകോണിലൂടെ കാണുവാനും എൻ്റെ ന്യൂനതകൾ എന്താണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്ത് ഒരു 100% നമ്മൾ ഒരു വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പൂർണ്ണമായും വിജയിക്കാൻ പറ്റില്ല എന്നുള്ള വലിയൊരു ബോധ്യം എനിക്കുണ്ടായി. പക്ഷേ അത്രയും ചെയ്തിട്ടും ഒരു പരാജയം വന്നപ്പോൾ എവിടെയോ ഒരു ചെറിയ കോഴ്സ് കറക്ഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പരാജയത്തിൻ്റെ ഒരു വിഷമം കുറേയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ മത്സരിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉണ്ട് എന്നെനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. You're very fortunate to come and witness this in Kerala, because as Tagore told in the Gitanjali, Kerala is a place where the mind is without fear and we can walk with our head held high. I welcome all of you to Kerala. അപ്പോൾ സ്വാഭാവികമായി വിജയിക്കുന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു, പാർട്ടിയിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ വോട്ട് എണ്ണുന്ന ദിവസം ഒന്നാമത്തെ ബൂത്ത് എണ്ണിയപ്പോൾ എനിക്ക് ചെറിയൊരു മെസ്സേജ് കിട്ടി. എനിക്കൊരു മനസ്സിലൊരു മെസ്സേജ് കിട്ടി. കാരണം ഒന്നാമത്തെ ബൂത്തിൽ പല കാര്യങ്ങളുമുണ്ട്, എല്ലാം പറയാൻ കഴിയുകയില്ല. അവിടുത്തെ ഒരു സോഷ്യൽ കോമ്പസിഷനൊക്കെ നോക്കിയപ്പോൾ വരണ്ട ലീഡ് ഒന്നാമത്തെ ബൂത്ത് എണ്ണിയപ്പോൾ വരാത്തപ്പം എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. അപ്പോൾ ചെറിയ മാർജിനിലാണ് മാറിക്കൊണ്ടിരുന്നത്. അപ്പോഴും പിന്നീടുള്ള ഒരു പക്ഷേ 50% ബൂത്ത് എണ്ണിയപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ ഒരല്പം പുറകിലായിരുന്നെങ്കിലും മുന്നോട്ട് വരും, കാരണം 1-2 പഞ്ചായത്തുകൾ ലീഡ് ചെയ്യും എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയായിരുന്നു ആ ഒരു പ്രത്യേക ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിപക്ഷം വരില്ല എന്ന് എനിക്ക് അതിനൊരു ട്രെൻഡ് കണ്ടപ്പോൾ മനസ്സിലായി. ഞാനപ്പോൾ എന്തായാലും എനിക്കൊന്ന് വോട്ട് എണ്ണിക്കഴിഞ്ഞൊരു 1/4 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. പറയുകയും ചെയ്തു വീട്ടിൽ ജയിക്കില്ല എന്നുള്ളത്. കാര്യങ്ങളെ അവൻ പോസിറ്റീവായിട്ടേ കാണാറുള്ളൂ. കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട്. ഇപ്പം എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു പരാജയം അവന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. ആ പരാജയത്തിന് മുമ്പിൽ എനിക്ക് ഒരു ദിവസം അവനൊന്ന് പതറി നിന്ന് കാണും. അതിനുശേഷം അതും ജീവിതത്തിൻ്റെ ഭാഗമാണെന്നെടുത്ത് വളരെ സജീവമായിട്ട് പിന്നെയും ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് അവൻ്റെ. കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോൾ നമ്മൾ ചോദിച്ച് അല്ല അപ്പോൾ പോയി ഇലക്ഷൻ്റെ തോറ്റുപോയി. എന്നാലും തോറ്റുപോയാലും ഇപ്പോഴും നമ്മൾ ഇതൊക്കെ കൂടെ വരുമ്പം ഇവിടെ ഇറങ്ങി യൂണിയൻകാരുടെ ഓഫീസിൽ വന്ന് യൂണിയനിൽ വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് എല്ലാ കാര്യം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഇപ്പം ശബരിനാഥൻ കോർപ്പറേഷനിൽ മത്സരിക്കുന്നതെന്ന് ഞാൻ നാളെ ഫോണിൽ വിളിച്ച് എൻ്റെ എല്ലാ പിന്തുണ അറിയിച്ച് ഞങ്ങൾ ഇവിടെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ രാഷ്ട്രീയമാണ് അങ്ങനെ ഒരു പല കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിസ്സാരമായ വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടും. കുറേ വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുകയും നിസ്സാരമായ വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്.
പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ തന്നെ ഈ അരുവിക്കരയിൽ തുടർന്നും MLA ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ റോഡിൻ്റെ കാര്യം ഒക്കെ നമുക്കറിയാം. റോഡാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഉൾപ്രദേശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു MLA എന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു. ആ ഒരു കാലയളവിൽ ഒരു വികസന പ്രവർത്തനങ്ങളും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ഈ ഭാഗത്ത് നടന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. പക്ഷേ മറിച്ച് KS ശബരിനാഥൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ ഒരു സാഹചര്യമായിരിക്കില്ല. പകരം വികസനത്തിൻ്റെ ഒരു പെരുമഴ തന്നെ ഈ അരുവിക്കര പഞ്ചായത്തിലുടനീളം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. ഇല്ല, അതൊരിക്കലും നമുക്ക് അങ്ങനെ മനസ്സുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇപ്പോഴും പല സന്ദർഭങ്ങളിലും വിളിക്കുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടിക്കാർ പറയണത് നമ്മുടെ അരുവിക്കര തന്നെ തിരിച്ചു വരണം, അവിടെ തന്നെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കി കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് വിളിക്കുമ്പോഴൊക്കെ പറയാറുള്ളതും കാണുമ്പോൾ നേരിട്ട് പറയുന്ന കാര്യങ്ങളും അതൊക്കെ തന്നെയാണ്. ഇവിടെ ഇപ്പം എതിർ പാർട്ടി എന്നുള്ള മട്ടില്ലേ അവർ നമുക്കായിട്ടൊന്നും അങ്ങനെ സഹകരിക്കില്ലെന്ന എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഈ വസ്തുവിൻ്റെ ഒരു അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ചെറുതായ കാര്യങ്ങളും ഇവിടെ വില്ലേജ് ഓഫീസിലൊക്കെ പോയി കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടൊക്കെ പോയിരുന്നു. അപ്പോഴെല്ലാം തടഞ്ഞത് ഇടതുപക്ഷമാണ്. നമുക്ക് ഈ റോഡ് വികസനമൊന്നുമില്ല, പച്ചക്കറി എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് ആ റോഡെല്ലാം വെട്ടിപ്പൊളിഞ്ഞ് ഇനി കൊണ്ടുവരില്ലെന്ന് വരെ പറയുമായിരുന്നു. നല്ല റോഡായിരുന്നു, നല്ല നമുക്ക് ശാന്തി സമാധാനമുള്ള ഭരണമായിരുന്നു. ഇപ്പം അതൊന്നും പറ്റില്ല, ഭയങ്കര ഇതല്ലേ നടക്കുന്നത്. ഇനി വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ജനങ്ങൾ വിചാരിക്കണ്ടേ, ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയാ പോരാ. തിരുവനന്തപുരത്ത് KS ശബരിനാഥൻ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുൻ MLA KS ശബരിനാഥനെ കളത്തിലിറക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു മുഴം മുമ്പെയാണ് കോൺഗ്രസ്. മുഖ്യ ചുമതല വഹിക്കുന്ന K മുരളീധരന്റെ നേതൃത്വത്തിൽ പ്രചാരണവും തുടങ്ങി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മേയറായിരിക്കും നമ്മളെ തിരുവനന്തപുരത്ത് വരാൻ പോകും. നമ്മൾ തന്നെ എല്ലാ പേരും എടുത്ത് ബോർഡ് കെട്ടുന്നതും അത് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും വെളിയിൽ നിന്നുള്ള ഒരു ഇതുമില്ല, എല്ലാം നമ്മളെ പ്രവർത്തകരാണ് ചെയ്യുന്നത്. കവടിയാർ വാർഡിലുള്ള എല്ലാ പ്രവർത്തകർക്കും കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ശബരിനാഥൻ. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ UDFൻ്റെ പരാജയത്തിനൊരു മുഖ്യ കാരണം ഒരു മേയർ കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തുടക്കം തന്നെ ഹൈക്കമാൻഡ് തന്ന നിർദ്ദേശം സീനിയറായിട്ടുള്ള ആരെങ്കിലും ലീഡർഷിപ്പിൽ നിർത്തി മത്സരിപ്പിക്കണം. പക്ഷേ ഞങ്ങൾ ഇവിടെ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടും അതിന് യോഗ്യനായിട്ടുള്ള ആൾ ശ്രീ ശബരിനാഥാണെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. മറ്റൊന്നുമല്ല, ഒന്ന് ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധി, നിയമസഭയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു വ്യക്തി. ഇതിനെല്ലാം പറഞ്ഞ ഇന്നത്തെ തലമുറ ഒരു ഹൈടെക് കാലഘട്ടത്തിൽ തിരുവനന്തപുരം പോലത്തെ ഒരു നഗരത്തിൽ ആ വിഭാഗത്തിനെ കൂടെ ആകർഷിക്കാൻ തക്കവണ്ണം ഒരു വ്യക്തി ലീഡ് ചെയ്യണം ഈ നഗരസഭ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെത്തി. എന്തുകൊണ്ട് അനുയോജ്യനായ വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ശ്രീ ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയത്. തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടും തിരുവനന്തപുരം മേയറാകാൻ എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീ KS ശബരിനാഥൻ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വ്യത്യസ്തമായ ഒരുപാട് ആശയങ്ങളും വീക്ഷണവും ഒക്കെ ഒരു ദീർഘവീക്ഷണവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് KS ശബരിനാഥൻ. അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശത്തിൻ്റെ അതിൻ്റെ നഗരപിതാവായി അദ്ദേഹം കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും തന്നെയില്ല. നാൽപ്പത് വർഷക്കാലം ഈ നഗരസഭയിൽ ഭരിച്ചവർ നഗരത്തിനെ ഇന്ത്യയിലെ മറ്റ് തലസ്ഥാനങ്ങളുടെ ആ സ്റ്റാറ്റസിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുറവ് പരിഹരിച്ചുകൊണ്ട് തലസ്ഥാനത്തിനെ ഒരു ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ തലസ്ഥാനങ്ങളോടൊപ്പം എത്തിക്കുക, ഒരു ഹൈടെക് മുഖമാക്കി തലസ്ഥാനത്തിനെ മാറ്റുക, പ്രാദേശിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ഹൈടെക് നയം, അതാണ് UDFൻ്റെ നയം. അതിന് ഞങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് ഈ നഗരത്തിലെ വോട്ടർമാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കേണ്ടത്. എന്തായാലും ആ ഒരു
തീരുമാനം എന്നോട് പാർട്ടി ഞാനടക്കമുള്ള കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ ഞാനത് ഇരുകൈ നീട്ടി സ്വീകരിച്ചതിൻ്റെ കാരണം ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് ഒന്ന്. രണ്ടാമത് എൻ്റെ പാർട്ടി പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിയുകയില്ല. മൂന്നാമത് പിന്നെ ഈ നാടിനോടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞവരോടുള്ള വലിയ ഒരു സ്നേഹം. പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യം അത് അദ്ദേഹം നല്ല മനസ്സോടുകൂടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മാതൃകയാക്കണം നമ്മൾ. അത് നല്ലതല്ലേ, വരട്ട് ശബരിനാഥൻ മരണമെന്ന് തന്നെ പറയണത്. തിരുവനന്തപുരത്തിന് വേണ്ടി ഞാൻ എന്നും കൂടെ ഉണ്ടാകാം. ഭാവിയുടെ തിരുവനന്തപുരത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നമുക്കെല്ലാം നല്ലതേ വരൂ.